ഈ പാറയിൽ നിന്ന് ഒരു പേനയുടെ ക്യാപ്പ് പോലത്തുള്ള ഒരു സാധനം എന്റെ കൈ കിട്ടി. എനിക്കും ഇതെന്തെന്ന് അറിയത്തില്ല, ഒരു പേനയുടെ ക്യാപ്പ്. ആ സമയത്ത് ഞാൻ അത് വായിലിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു അവിടെ പണിയെടുക്കുന്ന ഒരു ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട്, മോളെ അതിങ്ങ് തന്നേന്ന് പറഞ്ഞു. ഞാൻ അത് കൊടുത്തു. എന്റെ പൊന്നു മോളെ, നീ ഇച്ചിരോടെ ഇതൊന്ന് കടിച്ചിരുന്നെങ്കിൽ നിന്റെ തല ഇപ്പൊ അറ്റുപോയേനെ. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ ദാസി സിസ്റ്റർ ഷീന സുനിലാണ്. തൻ്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് ഏറെ പ്രയോജനവും അനുഗ്രഹവും പ്രചോദനവുമായി തീരുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കുഷ്ഠരോഗികളുടെ നടുവിൽ ഗുജറാത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വനമേഖലകളിലും കുഷ്ഠരോഗികളുടെ ഇടയിലും ശക്തമായി ഈ കാലയളവ് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിൽ നേരിട്ട ഒരുപാട് തിക്താനുഭവങ്ങൾ, തൻ്റെ ജീവിത പങ്കാളി നിത്യത്തിൽ പ്രവേശിക്കപ്പെട്ടിട്ടും കർത്താവ് ഏൽപ്പിച്ച മഹത്വമുള്ള ശുശ്രൂഷ ധീരതയോടെ ചെയ്യുന്ന ഈ ധീരവനിതയെയും ആ കുടുംബത്തെയും തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴികളെയും കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് പ്രേക്ഷകർക്ക് വളരെയേറെ അനുഗ്രഹവും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന ആ നല്ല വാക്കുകൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കണം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷീന സുനിലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ അരോമ TV ചാനലില് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എനിക്ക് ഒരുക്കിയ ഈ അപൂർവ സാഹചര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ അരോമ TVയിലേക്ക് എനിക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു അപ്പച്ചനുണ്ട്, വർഗീസ് അപ്പച്ചൻ. അപ്പച്ചനാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു അരോമ TV ഉണ്ട്, മോള് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറയുവാനിടയായി. അങ്ങനെ അരോമ TVയിലെ ഡയറക്ടറെ വിളിച്ച് അപ്പച്ചൻ പരിചയപ്പെടുത്തുവാനും ഒക്കെ ഇടയായി. ഇന്ന് പകൽക്കാലം എന്നെ ഈ അരോമ TVയിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ ഡാനിയൽ പാസ്റ്ററോടും കുടുംബത്തോടും എൻ്റെ നന്ദിയെ ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനലിലെ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും എൻ്റെ നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എന്നെ പോലെയുള്ള അനേക ഇരുളടഞ്ഞ് വേദനയുടെയും കയ്പിന്റെയും നിരാശയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ ചാനൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹമാണ് എന്ന് ഞാൻ അറിയുവാനിടയായി. അതുപോലെ തന്നെ അനേകർക്ക് ഈ ചാനല് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് പൽക്കാലം എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സാക്ഷ്യവും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അല്പസമയം ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഷീന എന്നാണ്. ഞാൻ ഇവിടെ ഗുജറാത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഗുജറാത്തിലെ സാബർഖാണ്ട ഡിസ്ട്രിക്ട് ഈഡർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. ഞങ്ങള് ഇവിടെ വർക്ക് ചെയ്യുവാനായിട്ട് കടന്നു വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം പിന്നിട്ടു. ഈ ദേശത്ത് ഞങ്ങൾ ആയിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക്, ഞാൻ എപ്രകാരമാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതെന്നും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എന്തെന്നും ഇന്ന് പകൽക്കാലം ഈ അരോമ TVയിലൂടെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിന് മുമ്പാകെ ഞാൻ എൻ്റെ സാക്ഷ്യത്തെ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയുവാനിടയായി തീർന്നത്.
അതിക്ക് മുന്നേ ഞങ്ങൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ ദൈവം എന്തെന്നോ അല്ലെങ്കിൽ കർത്താവിനെ അറിയാം, എങ്കിലും കർത്താവ് ഏക രക്ഷകനെന്നോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം അതേപോലുള്ള ഒരു അനുഭവത്തിലൂടെയാണ്, ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ കുഞ്ഞുനാളില് ശരിക്കും പറഞ്ഞ ഒരു ജീവിതം എന്തെന്നോ അറിയുന്നതിന് മുമ്പ് ഒരു സന്തോഷം എന്തെന്നോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ച് അറിയുവാൻ ഇടയായിട്ടില്ല. കാരണം കുഞ്ഞുനാള് എനിക്കൊരു ഏകദേശം ഒരു 5 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മാറ്റപ്പെട്ടു പോയ സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് യാതൊരു വസ്തുവകയോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പട്ടിണിയുടെ ഒരു അനുഭവ കാലമായിരുന്നു അത്. കഷ്ടതയുടെ ഒരു അനുഭവ കാലമായിരുന്നു. എൻ്റെ മാതാവ് എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി നിന്ദകളും പഴികളും മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾക്ക് ഏൽക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് അനുഭവിക്കാനിടയായി തീർന്നു. കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ മനസ്സ് നൊമ്പരപ്പെട്ട് മുറിവേറ്റ ഒരു മനസ്സോടെയാണ് എനിക്ക് വളർന്നു വരുവാനായിട്ടുള്ള ഇടയായി തീർന്നത്. കാരണം ഞാൻ അമ്മയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അമ്മച്ചി രാവിലെ പണിക്ക് പോകണം. പണിക്ക് പോയി രാത്രി വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ മുഴുവൻ ഞങ്ങൾക്ക് പട്ടിണിയാ. കാരണം ഒരു നുള്ള അരി എടുത്ത് വെക്കുവാനോ അല്ലെങ്കിൽ വെച്ച് തരുവാനോ ആരുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ മാതാവ് പണിയെടുത്ത് രാത്രി ഭക്ഷണം അരിയുമായിട്ട് വീട്ടിൽ വരുമ്പോൾ അമ്മച്ചിയുടെ കുറെ 2-3 ആങ്ങളമാരുണ്ട്. അവരൊക്കെ വെള്ള മദ്യപിക്കുന്നവരാണ്. അവര് മദ്യപിച്ച് വീട്ടിൽ വന്ന് ഒരു സമാധാനത്തോടെ അവർ കിടത്തി ഉറക്കത്തില്ല. അതുപോലെ വീട്ടിൽ വഴക്കായിരുന്നു. ചില രാത്രികളിലൊക്കെ വെക്കുന്ന ഭക്ഷണം വരെയും അവരെ എടുത്ത് എറിഞ്ഞു കളയുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ പട്ടിണിയോടെയും വേദനയോടെയും നിലവിളിയോടെയും കൂടെയാണ് ആ രാത്രിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്ന അമ്മച്ചിയുടെ വീട്ടിൽ തന്നെ തൊട്ടടുത്തുള്ളവർ ആരും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരത്തില്ല. കാരണം എപ്പോഴും എന്നും രാത്രിയാവുമ്പോ ഞങ്ങളുടെ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വഴക്ക് അല്ലെങ്കിൽ നിലവിളി അങ്ങനെയുള്ള ഒരു ശബ്ദങ്ങള് എന്നും കേൾക്കാനിടയാം. ഇത് ആളുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്നത് കൊണ്ട് അവർക്കും വലിയ ഇതില്ലാതെയായി. അവരാരും ഒരു എന്ത് പറ്റിയാലും ഒന്ന് തിരിഞ്ഞു നോക്കാതെയുള്ള ഒരവസ്ഥയിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആളുകൾ ചോദിക്കാനിടയാം, ഇന്ന് എന്തായിരുന്നു നിന്റെ വീട്ടില്, ഇന്നലെ ആരായിരുന്നു വഴക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഇല്ലാതെയായി പോകുന്ന ഒരു നാണമാകുന്ന ഒരു രീതിയിൽ ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങളാണ് എങ്കിൽ തന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്തോ ഒരു അപാകത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി തീർന്നിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെയും എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. എങ്കിലും എൻ്റെ വിദ്യാഭ്യാസം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഇനി ജീവിക്കണമെന്ന് ഒരു ആഗ്രഹമില്ലാത്ത ഒരു അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനി എന്തിന് ജീവിക്കണം, ഇനി എനിക്ക് ജീവിക്കണ്ട. ഇത്രയും നാളും നിന്നു എങ്കിലും തന്നെയും ഒരു സമാധാനമില്ല, സന്തോഷമില്ല. ആരും ഒരു സമാധാന വാക്ക് പറയുവാനോ അല്ലെങ്കിൽ ആരും ഒന്ന് ആശ്വസിപ്പിക്കാനോ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചിന്തിച്ചില്ല, ഇനി മരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ച ആ സമയത്ത് KP യോഹന്നാൻ സാറിന്റെ ആത്മീയ യാത്ര ചാനൽ നടക്കുന്ന ഒരു സമയമാണ്. റേഡിയോയിലൂടെ ഒത്തിരി ആത്മീയ യാത്രയുടെ ആ ചാനലിലൂടെ പാസ്റ്റർ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് റേഡിയോ ഇല്ല, എന്നാൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് റേഡിയോ ഉണ്ട്. അപ്പൊ അവര് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ആ റേഡിയോ അവരുടെ ഇറയത്ത് കൊണ്ട് തിണ്ണയിൽ വെക്കും. എന്നിട്ട് അവർ ഒച്ചത്തിലാണ് അത് വെക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വീടിന്റെ പുറകുവശത്ത് വന്നിരുന്നിട്ട് ആ സംഭാഷണം അല്ലെങ്കിൽ ആ പ്രസംഗം ഞാൻ കേൾക്കുവാനിടയായി. അപ്പൊ ഞാൻ കഴിഞ്ഞ രാത്രികാലം ഞാൻ ചിന്തിച്ചു, എനിക്ക് ഇനി മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും മരിക്കണം, എന്ത് ചെയ്തായാലും എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ പിറ്റേ ദിവസം ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ KP യോഹന്നാൻ സാറിലൂടെ എനിക്ക് ഇങ്ങനെ
ഒരു ദൈവത്തിന്റെ വചനം കേൾപ്പാനിടയായി തീർന്നു. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ എന്നുള്ള ഒരു വാക്യം സാറ് അങ്ങനെ പറയുവാനിടയായി തീർന്നു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് മിന്നി മറയുന്നത് പോലെ ഉള്ളൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ തീരുമാനിച്ചതാണല്ലോ എനിക്ക് മരിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ ഈ കർത്താവിന്റെ ദാസ ഇപ്രകാരം പറയുന്നു എന്ന് പറയുവാനിടയായി തീർന്നപ്പോൾ ഞാൻ ചിന്തിച്ചില്ല, ഇനി മരണത്തെക്കുറിച്ച് എനിക്ക് ചിന്ത വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറി. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ ദേവദാസന്മാര് പ്രവർത്തിക്കാനും ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ദേവദാസന്മാര് പ്രവർത്തിക്കാനും ഒക്കെ കടന്നു വരും. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ട്രാക്റ്റുകൾ ഇങ്ങനെ കൊണ്ടുതരും. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചി എന്നാ പറയണ ഒരു മുഴയുള്ളത് കൊണ്ട് അമ്മച്ചി എന്ന് ഈ പോട്ടയുടെ ആശ്രമത്തില് പോട്ടപ്പള്ളിയില് ഇങ്ങനെ ധ്യാനത്തിന് പോകും. അപ്പൊ അവിടെ നിന്ന് വചനോത്സവം എന്ന മാസിക കൊണ്ടുവരും. അപ്പൊ അതും അനേകരുടെ സാക്ഷിയൊക്കെ വായിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അവരെ കൊണ്ട് തന്നെ ഈ ഗോസ്പൽ പാക്കറ്റില് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ആ ദൃഷ്ടാന്തങ്ങള്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുക, അതേപോലെ തന്നെ പത്രോസിനെ വല ഇറക്കുന്നതും, അതേപോലെ തന്നെയുള്ള കുറെ ആ ദൃഷ്ടാന്തങ്ങൾ യേശു പറഞ്ഞിട്ടുള്ളത് അതൊരു കഥാരൂപേണ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം എനിക്ക് യേശുവിനെ അറിയില്ല എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു യാക്കോബ പള്ളിയുണ്ട്. ആ യാക്കോബ പള്ളിയിലൂടെ അടുത്തേക്കൂടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ഈ യാക്കോബ പള്ളിയിലെ പ്രാർത്ഥന, അതുപോലെ തന്നെ അവര് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ നിന്ന് പാട്ടൊക്കെ വെക്കുമ്പോൾ ഈ പാട്ടൊക്കെ ഞങ്ങൾക്ക് കരസ്ഥമായിരുന്നു. അതേപോലെ തന്നെ അവർ സൺഡേ സ്കൂള് ആ പള്ളിയുടെ ഇറങ്ങിത്തിരുന്ന് പഠിപ്പിക്കുമ്പോൾ അവർ പാടും, യേശുവിനെ കുറിച്ചുള്ള ആ പാട്ടും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് ചില പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് പഠിക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് കരോളിന് പോകുമ്പോൾ ഇവരോടൊപ്പം ഞങ്ങളും പോകും. അപ്പൊ അവര് പാടുന്ന ആ പാട്ടൊക്കെ കേട്ട് എനിക്കും അങ്ങനെ പാടുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ യേശുവിന്റെ പാട്ടും എല്ലാം എനിക്ക് അറിയാമെങ്കിലും ഈ വചനം കഥ പോലെയുള്ള ഈ വചനം വായിക്കുന്നത് എനിക്ക് സന്തോഷമായിരുന്നെങ്കിലും യേശു ക്രിസ്തു ആരെന്നും യേശു ക്രിസ്തു എന്തിനു വന്നുവെന്നും യേശു ക്രിസ്തു യഥാർത്ഥ ദൈവമെന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു അമ്മായി എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ആങ്ങളയുടെ വൈഫാണ്. അപ്പൊ അമ്മായി ഒരിക്കലും ഒരു ഷാരോൺ ചർച്ച്, ഒരു പെന്തക്കോസ് ചർച്ചിൽ ഇങ്ങനെ ആരാധനയ്ക്ക് പോയി. അങ്ങനെ പുള്ളിക്കാരി കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം 93 ഒരു ആണ്ടവസാന യോഗ ആ സമയത്ത് എന്നോട് പറഞ്ഞു, നീയും കൂടി വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പെന്തക്കോസ്ത് പള്ളിയിൽ ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നത്. എന്നാൽ പെന്തക്കോസ്തുകാരെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അനേകരിങ്ങനെ പറഞ്ഞ് കൈയടിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്, അവര് തുള്ളുവാണ്, കൈയടിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. എന്നാൽ ഒരിക്കൽ ഞാൻ ഈ അമ്മായിയുടെ ഒപ്പം ഞാൻ ഈ ആ ചർച്ചിലേക്ക് കടന്നുപോയി. അത് 93 ആണ്ടവസാനം 94 പിറക്കുന്ന ആ സമയത്താണ് ഞാൻ അവിടെ കടന്നു പോയത്. അങ്ങനെ കടന്നുപോയി ചർച്ചിൽ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു. അപ്പൊ എന്നെപ്പോലുള്ള കുറച്ച് പിള്ളേരെ, എൻ്റെ പ്രായത്തിലുള്ള കുറച്ച് സഹോദരിമാരിങ്ങനെ ഫ്രണ്ടിലിരുന്ന് അവർ ആരാധിക്കുകയും അവര് പ്രാർത്ഥിക്കുകയും അവര് ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോ എൻ്റെ മനസ്സ് ആനന്ദം കൊണ്ട് എനിക്ക് നിറയുവാനിടയായി തീർന്നു. ആ സമയത്താണ് ദേവദാസൻ പറയുന്നത്, ഇനി സാക്ഷ്യത്തിനുള്ള സമയമാണ്. നിങ്ങളെ ദൈവം കഴിഞ്ഞ ഒരു വർഷം ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് നിങ്ങൾ പറയണമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഓരോരുത്തരായി എഴുന്നേറ്റ് ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാ, ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയണം, എന്നെ ആരോ നിർബന്ധിക്കുക. അപ്പോഴും എൻ്റെ ഒരു ഉള്ളത്തില് ഞാൻ പറയാം, ഞാൻ എന്ത് പറയും, ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ കടന്നു വന്നത്, ഞാൻ എന്ത് പറയുന്നു ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ തൊട്ടടുത്ത് എൻ്റെ പുറകിൽ ഒരു അമ്മച്ചി ഇരുന്ന്, ഇന്ന് അമ്മച്ചി ലോകത്തിലില്ല, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ അമ്മച്ചി എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, മോളെ ഇന്ന് രാത്രികാലം നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് എഴുന്നേറ്റ് നിന്ന് പറയുവാനായിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു വന്നു. ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ഈ 94 ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. എന്നാൽ എൻ്റെ ചിന്ത പോയത് ഈ കർത്താവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞല്ലോ, പിന്നെ ഒരിക്കലും നമുക്ക് ഇനി ചർച്ചിലേക്ക് ഒന്നും പോവണ്ട എന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്.
എന്നാല് ആണ്ടവസാന യോഗമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. പിറ്റത്തെ സൺഡേ ആയപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുക, ഇന്ന് നീ ആരാധനയ്ക്ക് പോകണം, ഇന്ന് നീ സൺഡേയിലെ ആരാധനയ്ക്ക് പോകണമെന്ന് പറയുവാനിടയായിത്തീർന്നു. ആ സമയത്ത് എന്നാ പറയണ കമ്മലും മാലയും എല്ലാം ഉപയോഗിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ ആദ്യമൊക്കെ പോയി. പിന്നീട് തന്നെ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നി ഇതിനോടൊക്കെ. ചർച്ചിൽ പോകുമ്പോൾ മറ്റേ ആരും ധരിക്കുന്നില്ല, ഞാൻ മാത്രം ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകണം. അന്നേരം ഞാനത് ചർച്ചിൽ പോകുന്ന പകുതി വഴിക്ക് വെച്ചിട്ട് ഞാനത് ഊരി കവറിലിടും. എന്നിട്ടാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. തിരിച്ചു വരുമ്പോ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി അത് ഊരി കഴുത്തിൽ ഒക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പോയത്. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ ഈ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ അവിടെ പഠിക്കുവാനും സൺഡേ സ്കൂൾ പഠിക്കുവാനും ഒക്കെ എന്നെ ദൈവം സഹായിച്ചു. ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ആത്മീയ തീഷ്ണതയായിരുന്നു. ചർച്ചിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചർച്ചിലുള്ള ചില അമ്മച്ചിമാരും ആന്റിമാരുമായിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകും. പല വീടുകളും ഞങ്ങൾ അങ്ങനെ കയറി ഇറങ്ങി പലരോട് സുവിശേഷം പറയുവാനും അവരോടൊപ്പം ചേർന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ആ സമയത്തൊക്കെ ഭാഗ്യം ഒരുക്കി. എന്നാൽ ഞാൻ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, ഞാൻ സ്നാനപ്പെടണം എന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ച മാത്രമേ ഞാൻ സ്നാനപ്പെടുകയുള്ളൂ എന്ന് ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞോ അല്ലെങ്കിൽ ഒരു വ്യക്തി നിർബന്ധിച്ചോ സഭയിലെ പാസ്റ്റർ പറഞ്ഞോ ഞാൻ സ്നാനപ്പെടില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാ, നീ സ്നാനപ്പെടണമെന്ന് എന്നോട് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ പറയും പോലെ ഇങ്ങനെ ഇടയായി. അന്നേരം ഒരു ദിവസം സൺഡേയിൽ എഴുന്നേറ്റ് ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സഭയിലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ അമ്മയോടും എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയാണുള്ളത്. അപ്പൊ അവരോട് ഇങ്ങനെ പറയാനിടയായി. ആ സമയത്താണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എന്നെ തല്ലാനൊക്കെ വന്നു. കാരണം പള്ളി പോകുന്നതൊക്കെ ഓക്കെ, പക്ഷെ നീ സ്നാനപ്പെടാനായിട്ട് നീ പോകരുത് എന്ന് പറഞ്ഞ് എന്നെ വിലക്കുവാനിടയായി തീർന്നു. എൻ്റെ സഹോദരൻ എന്നെ ചർച്ചിൽ വിടാതെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു സൺഡേയില്. എന്നാല് സ്നാനപ്പെടേണ്ട ആ സൺഡേയില് വന്നപ്പോൾ ഞാൻ അടുത്തുള്ള വീട്ടിലെ എൻ്റെ ഡ്രസ്സ് കൊണ്ടുവച്ചിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന മട്ടിൽ ഞാൻ പോയി. അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് പോയി. ഞാൻ സ്നാനപ്പെട്ട് വീട്ടിലെത്തിക്ക് തിരിച്ചു വന്നു. എൻ്റെ സഹോദരനും എൻ്റെ അമ്മയൊക്കെ എന്നെ ഒത്തിരി വഴക്ക് കൂടി, എന്നോട് ഒത്തിരി മിണ്ടാതിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള പിന്നെ എന്ത് ചെയ്താലും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, എന്നെ ഇഷ്ടമല്ലാത്ത രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം. എങ്കിൽ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിപ്പാനും അതിൽ നിന്നൊക്കെ കരകയറുവാനും ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ് എഴുതി. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കും. അപ്പൊ വീട്ടില് സാഹചര്യം ഭയങ്കര മോശമാണ്. കാരണം അന്നു ഭക്ഷിക്കുവാനോ ആഹാരോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ആ സമയത്ത് ഞാൻ സാറ്റർഡേയിലൊക്കെ ഞങ്ങള് ജോലിക്ക് പോകും. ഇഞ്ചി നടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നു. അല്ലെ ഏതെങ്കിലും ഒരു കടയിൽ പോയി കുറച്ചു നാൾ നിന്ന് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഉടുക്കാൻ വരെ ഒരു വസ്ത്രം വരെ മേടിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചത്. അതുവരെയും സ്കൂൾ യൂണിഫോം അല്ലാതെ വേറൊരു ജോഡി യൂണിഫോം, അങ്ങനെ ഈ 2 യൂണിഫോം തുണിയിലാണ് ഡ്രസ്സിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഒന്ന് മാറി ഉടുക്കാൻ വരെയും ഡ്രസ്സോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ പല കുഞ്ഞുനാളിൽ തന്നെ പലയിടത്തും ജോലിക്ക് പോകുവാനും ഒക്കെ ദൈവം എന്നെ ഇടയാക്കി. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കല്ല് വെട്ടുന്ന പാറമടയില് ഒരു 3 ദിവസം ഞാൻ ജോലിക്ക് പോകാനിടയായി തീർന്നു. ആദ്യത്തെ ദിവസം ഈ കുഞ്ഞ് പാവാടയൊക്കെ ഇട്ട്, ചെറിയൊരു പെങ്കൊച്ചാണല്ലോ, അങ്ങനെ പോയി അവര് ചെറിയ ചെറിയ പണികൾ തരും, കല്ലൊക്കെ പറക്കിയിടുക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തന്നു. 2ാമത്തെ ദിവസം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നു. 3ാമത്തെ ദിവസം ആയപ്പോൾ എൻ്റെ കൈ ഒരു വലിയൊരു കല്ല് കൊണ്ടിട്ട് എൻ്റെ കൈയുടെ ഇവിടെ അങ്ങ് മുറിഞ്ഞു ഭയങ്കര നീര് വെച്ചിരിക്കുന്ന ഒരു സമയ. എങ്കിലും എങ്ങനെയെങ്കിലും എനിക്ക് പൈസ ഉണ്ടാക്കണം,
എനിക്ക് ആവശ്യമുള്ള ആഹാരം കഴിക്കണം, എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് വേണം എന്നുള്ള ആ ചിന്തയോടെ പിന്നെയും ആ കൈ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ പണിക്ക് പോയി. അപ്പം മറ്റുള്ള വലിയ ആളുകളൊക്കെ ഇരിക്കുക, ചായ കുടിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ചെറിയൊരു പെണ്ണായിട്ട് പാവാടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു നാണമുണ്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഈ പാറയിൽ നിന്ന് ഒരു പേനയുടെ ക്യാപ്പ് പോലത്തുള്ള ഒരു സാധനം എൻ്റെ കൈ കിട്ടി. അപ്പൊ എനിക്കും ഇതെന്തെന്ന് അറിയത്തില്ല, ഒരു പേനയുടെ ക്യാപ്പ്. അപ്പൊ സാധാരണ ഒരു പെൺകുട്ടിയാണല്ലോ, ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. ആ സമയത്ത് ഞാൻ അത് വായിലിട്ട് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ വന്നു. ഇങ്ങനെ കടിച്ച് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു അവിടെ പണിയെടുക്കുന്ന ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട്, മോളെ അതിങ്ങ് തന്നേന്ന് പറഞ്ഞു. ഞാൻ അത് കൊടുത്തു. എൻ്റെ പൊന്നു മോളെ, നീ ഇച്ചിരോടെ ഇതൊന്ന് കടിച്ചിരുന്നെങ്കിൽ നിന്റെ തല ഇപ്പൊ അറ്റുപോയേനെ എന്ന് പറയുവാനിടയായി തീർന്നു. അതെന്തെന്ന് വെച്ചാല് ഈ വലിയ പാറമടയിലെ ഈ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കേപ്പായിരുന്നു ആ സാധനം. ഒരു ചെറിയൊരു പേനയുടെ ക്യാപ്പ് പോലെ, സ്റ്റീല് പോലെ ഇരിക്കുന്നേ. അത് നമ്മളൊക്കെ ഒന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ പെട്ടെന്ന് ആ ചേട്ടൻ അതിന്റെ ഒരറ്റം വരെ പകുതി ഞാൻ കടിച്ചു കഴിഞ്ഞു, അടുത്ത അറ്റത്തേക്ക് എത്തുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. ആ സമയത്ത് ആ ചേട്ടൻ പറഞ്ഞു, മോളെ ഇപ്പൊ നിന്റെ കഴുത്ത് മൊത്തം അറ്റുപോയേനെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം എന്നെ ആ കുഞ്ഞുനാളിൽ എന്നെ രക്ഷിക്കുവാനിടയായി തീർന്നു. അപ്രകാരം ഞാൻ പിന്നെ ആ പാറമേടയിലെ ജോലി ഉപേക്ഷിച്ച് ഞാൻ പിന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്ത് ജോലി ചെയ്യണം എന്ന് എനിക്കറിയില്ല. പല ജോലിക്ക് വേണ്ടി പോകുന്നെങ്കിലും ഇനി എൻ്റെ ജീവിതം എങ്ങനെയാ, മുന്നോട്ട് എങ്ങനെയാ, ഞങ്ങളെ ആര് നടത്തും, ആരും ഒരു സഹായം ഇല്ലാത്ത ഇരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പെട്ടെന്ന് എനിക്ക് വചനം പഠിക്കണമെന്നും അതേപോലെ തന്നെ ദൈവവേല ചെയ്യണമെന്നുള്ള എൻ്റെ മനസ്സിൽ ഒരു താല്പര്യം ഉണർന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു എന്നെ ഒരു ബൈബിൾ കോളേജിലാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവല്ല ശാരോൺ ബൈബിൾ കോളേജിൽ കടന്നു പോകുവാനിടയായി തീർന്നു. 2007 ഞാൻ അവിടെ കടന്നു പോയത്. എന്നാൽ ഞാൻ ബൈബിൾ കോളേജ് കടന്നു പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ വിടാൻ പോലും ആർക്കും സമ്മതമില്ല. എൻ്റെ അമ്മയൊക്കെ അതിനുവേണ്ടി ഒത്തിരി വഴക്കുണ്ടാക്കി ഒക്കെ ചെയ്തു. എങ്കിലും ഞാൻ ആരെയും ഞാൻ ഗൗനിച്ചില്ല. എൻ്റെ കർത്താവിൻ്റെ വേല, എൻ്റെ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2 വർഷക്കാലം അവിടെ പഠിക്കുവാൻ ഇടയായി തീർന്നു. പൂർത്തിയാക്കുവാനായി കഴിഞ്ഞില്ല എങ്കിൽ തന്നെ 2 വർഷക്കാലം അവിടെ പഠിച്ചു. എന്നാൽ ഞാൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഇവിടുത്തെ ചർച്ചിലെ പാസ്റ്ററെ എൻ്റെ അമ്മ ഒത്തിരി ആക്ഷേപിക്കുവാൻ ഇടയായി തീർന്നു. ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ അവിടെയുള്ള കവലയിൽ പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു പ്രാന്തിയെ പോലെ ചെന്നിട്ട് പാസ്റ്ററോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നീ എൻ്റെ മോളെ വേശ്യാലയത്തിൽ കൊണ്ടാക്കിയിരിക്കുക, വേഗം എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വാ എന്നുള്ള ആ ആളുകളുടെ മുന്നിൽ അങ്ങനെ ആക്ഷേപിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ ദേവദാസൻ ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനായതുകൊണ്ട് ആ മാതാവിനോട് തിരിച്ചൊന്നും പറഞ്ഞില്ല. ദൈവം വളരെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് പോകാനുള്ള ഒരു ദൈവകൃപ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. പിന്നീട് ഞാൻ 2 വർഷക്കാലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല വീട്ടിലിരുന്നപ്പോൾ. പിന്നീട് ഞാൻ ചിന്തിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ മാമന്മാരൊക്കെ എപ്പോഴും എന്നെ കളിയാക്കും, നീ ബന്ധക്കോസി പോയില്ലേ, ഇനി നിനക്ക് ആരുണ്ട്, നീ മാർഗവാസിയായില്ലേ, നീ എന്തിനാ അങ്ങനെയൊക്കെ പോയെന്നൊക്കെ ചോദിച്ചു ഒത്തിരി വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാനിടയായിത്തീർന്നു. ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു പെട്ടിക്കടയാ, അവിടെ ചെന്നപ്പോൾ ആ അപ്പച്ചൻ ക്രിസ്ത്യാനിയാ. ആ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, നീ ഇപ്പൊ മാർഗവാസിയായില്ലേ, ഇനി നിന്നെ ആര് കെട്ടും, നീ ഹിന്ദുവിൽ നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുക്കൻ വന്ന് കെട്ടിക്കൊണ്ട് പോയേനെ, ഇപ്പൊ നീ മാർഗവാസി ആയതുകൊണ്ട് നിന്നെ ആര് കെട്ടുമെന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കാനിടയായി തീർന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അപ്പച്ചനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, അപ്പച്ചൻ എൻ്റെ ഭാവിയെ പറ്റി ഇത്രമാത്രം കരുതലാണെങ്കിൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എൻ്റെ ഭാവിയെ കുറിച്ച് എന്തുമാത്രം കരുതൽ ഉണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുവാനിടയായി തീർന്നു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ലോകജാതികളുടെ മുന്നിൽ എന്നെ നിന്ദിയാക്കരുത്, എന്നെ ആക്ഷേപിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്നെ വിശ്വാസത്തിൽ വളർത്തിയെടുത്ത ഒരു ഭവനമുണ്ട്. എൻ്റെ ചർച്ചിലുള്ള
എല്ലാ പാസ്റ്റർമാരും അതുപോലെ തന്നെ വിശ്വാസികളും ആന്റിമാരും ഒക്കെ എനിക്ക് സപ്പോർട്ടായിരുന്നു. എന്നെ വളർത്തിയെടുക്കുക അവര് ഏറെ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ എന്നെ വീട്ടിൽ സ്വന്തം ഒരു മോളെ പോലെ കൈക്കൊണ്ടൊരു ഭവനമുണ്ട്. ആ ഭവനത്തിൽ ഒരു ബ്രദർ OM ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ സംഘടനയില് പോയി. അപ്പൊ ആ ചേട്ടൻ പോയ ആ സമയത്ത് 2 വർഷം കഴിഞ്ഞു. അപ്പൊ പുള്ളി വന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു ഷീനേനെയും കൂടി ഈ OM ഒന്ന് ചേർക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ആ ബ്രദർ മുഖാന്തരം ഓപ്പറേഷൻ മൊബിലൈസേഷൻ OM എന്ന സംഘടനയില് വർക്ക് ചെയ്യുവാനായിട്ട് എനിക്ക് ദൈവം ഭാഗ്യം ഒരുക്കി. ആദ്യം ഞാൻ റിക്രൂട്ട്മെന്റ് നടന്നത് കേരളത്തിലെ ഓഫീസിലായിരുന്നു. അങ്ങനെ ഞാൻ കേരളത്തിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞ് പിന്നീട് 6 മാസം ഞാൻ കേരളത്തിന്റെ പല സ്ഥലത്ത് പത്തനാപുരം, പത്തനംതിട്ട അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലെ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരു ടീമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ OM പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ദൈവിക കാര്യങ്ങളും ദൈവ വേലയെ കുറിച്ചുള്ള ഒരു വെളിപ്പാടും എൻ്റെ ദൈവം എനിക്ക് തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഞാൻ OM ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരും ഒരു സപ്പോർട്ടില്ല. ഞങ്ങൾക്ക് കുറച്ച് ബുക്ക് തരും. ആ ബുക്ക് വിറ്റ് വേണം ഞങ്ങള് ടീമിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട്. എന്നാൽ ഞാൻ രണ്ട് പേര് വീതമാണ് ലീഡർ ഞങ്ങളെ അയക്കുന്നത് എല്ലാ ദിവസവും. ആ സമയത്ത് ഞങ്ങൾ പല ദൈവമക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഈ ബുക്ക് യേശുവിന്റെ ബുക്കുകൾ ഞങ്ങൾ കൊടുക്കുക. അവര് സന്തോഷത്തോടെ അത് മേടിക്കുക. അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊക്കെ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരുന്നു അത്. കഷ്ടതയാണെങ്കിലും പട്ടിണിയാണെങ്കിലും ദൈവത്തിന്റെ വേല ചെയ്യാൻ അത് എനിക്ക് കിട്ടിയ ലീഡർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡറായിരുന്നു. 24 മണിക്കൂറും ആ ലീഡർ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ഒരു മോഡലായിരുന്നു എനിക്ക് മുന്നിൽ. സിസ്റ്റർ ഇന്ന് പുള്ളിക്കാരി പഞ്ചാബിലെ ദൈവത്തിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. അങ്ങനെ ആ ലീഡറിൽ നിന്ന് കുറച്ച് പഠിക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. പിന്നീട് ഞങ്ങള് സെക്കൻഡറാബാദിലേക്ക് ഞങ്ങൾക്ക് സ്റ്റഡി സെമിനാറായിട്ട് കടന്നു വന്നു. ആ വർഷം പൂർത്തിയായി. 2ാമത്തെ വർഷത്തിലേക്ക് സ്റ്റഡി സെമിനാർ കഴിഞ്ഞ് പലയിടത്തും ഞങ്ങൾ ടീമുകളായിട്ട് അയക്കുവാനിടയായി തീർന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ കേരളത്തിനൊക്കെ വെളിയിൽ അങ്ങനെ ആദ്യമായിട്ട് പോയപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഇപ്പോഴും പഴയതുപോലെ ഞാൻ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ദേശമൊന്നും കാണുവാനായിട്ട് കഴിയില്ലായിരുന്നു. ട്രെയിനിലൊന്നും കയറാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഞങ്ങളുടെ ആ ചുറ്റുപാട് മാത്രമേ എനിക്ക് പരിചയം ഉണ്ടാവുള്ളൂ, ഒരു ലോക പരിചയം ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദിവസത്തിൽ ഒത്തിരി കരയുവാനിടയായി തീർന്നു. എന്നാൽ സ്റ്റഡി സെമിനാർ കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ നേരിട്ട് അയച്ചത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിൽ 1 വർഷക്കാലം നിന്ന് ദൈവത്തിന്റെ വേല അവിടെ ചെയ്യുവാനിടയായി തീർന്നു. ഭാഷ അറിയില്ല, എനിക്ക് അറിയാവുന്നത് മലയാളം മാത്രം. OM സംസാരിക്കേണ്ടത് ഇംഗ്ലീഷാണ്. കാരണം പല സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളായതുകൊണ്ട് OMന്റെ ഒരു നിയമമുണ്ട്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ള ഒരു നിയമമുണ്ട്. ഇംഗ്ലീഷിന്റെ ABCD പോലും അറിയില്ലാത്ത ഞാൻ അവരോടൊപ്പം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് അതാത് സമയത്ത് അവരോടൊപ്പം നിന്നു പോകാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അതേപോലെ തന്നെ പഞ്ചാബിലെത്തിയപ്പോൾ ഹിന്ദി ഒന്നും അറിയില്ല. ആദ്യമായിട്ട് ഞാൻ പഞ്ചാബിലേക്ക് പോയപ്പോഴേ എനിക്കൊരു സെറ്റർ പോലും ഇല്ല. അങ്ങനെ എന്നെ ലക്നൌവിലേക്ക് അയച്ചു. ലക്നൌവിൽ നിന്നാണ് പഞ്ചാബിലേക്ക് പോകേണ്ടത്. പഞ്ചാബിൽ പോകുമ്പോൾ എനിക്ക് തണുപ്പോ എന്തെന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ തണുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമില്ല. അപ്പൊ തണുപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു മീഡിയം എന്നുള്ള ഒരു അനുഭവമായിരുന്നു എനിക്കുള്ളത്. പക്ഷെ ഞാൻ ഈ ഹൈദരാബാദ് ലക്നൗ ചെന്നപ്പോൾ അവിടുത്തെ ലീഡറിന്റെ വൈഫ് പറഞ്ഞു ഇങ്ങനെ പോയി ഒരു സെറ്റർ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യില് ഈ പേഴ്സണൽ മണി ആയിട്ട് ഈ ടീമിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത് ഒരു തുണി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒരു ഷാൾ ഉണ്ടായിരുന്നു, അത് പൊടച്ചുകൊണ്ടാണ് എന്നെ ഒരു ലീഡർ പഞ്ചാബിലേക്ക് കൊണ്ടാക്കുന്നത്. ട്രെയിനിൽ കയറിയപ്പോ തന്നെ ഭയങ്കര തണുപ്പ്. ട്രെയിനിൽ ഇരുന്ന് വിറക്കി ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ആ കൊടും തണുപ്പിലേക്കാണ് ഞാൻ കടന്നു പോയത്. എങ്കിൽ അവിടെയൊക്കെ നിന്നു പോകുവാനും യാതൊരു പ്രോബ്ലം ഇല്ലാതെ യാതൊരു അസുഖം ഒന്നും വരുത്താതെ എൻ്റെ കർത്താവ് അവിടെ 1 വർഷക്കാലം അവിടെ നിർത്തുവാനിടയായി തീർന്നു. അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ പ്രവർത്തിച്ചു. പലയിടങ്ങളിലും ഞാൻ ഭാഷ ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ പല വീടുകളും ഞങ്ങൾ കയറി ഇറങ്ങും, ഓരോ വില്ലേജുകളും ഞങ്ങൾ കയറി ഇറങ്ങും. വില്ലേജുകൾ കയറി ഇറങ്ങുമ്പോൾ പലപ്പോഴും പൊട്ട തെറ്റൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം പറയേണ്ട സമയത്ത്
ധന്യവാദ് ചെന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ അവരോട് വന്നിട്ടുണ്ട്. എങ്കിലും അന്നത്തെ അറിവില്ലായ്മ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് പോലെ ഒന്നും അറിയില്ലാത്ത എന്നെയും പഞ്ചാബിലേക്ക് ദൈവം അയക്കുവാൻ ഇടയായി തീർന്നു. ഒരു വർഷക്കാലം ആ പഞ്ചാബിന്റെ പല സ്ഥലങ്ങളില് ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ടീമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ കടയിൽ പോകുമ്പോൾ ഭയ്യ ഏതേതോ ഓതേതോ എന്നൊക്കെ പറയാനും ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അത് ചൂണ്ടി കാണിച്ചിട്ട് അന്നേരം അവർ പറയും. അപ്പൊ അവർ പറയുന്ന ആ ഹിന്ദിയൊക്കെ കേട്ടാണ് പിന്നീട് അത് കുറച്ചൊക്കെ പഠിച്ചെടുത്തത്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഞങ്ങൾക്ക് ഹൈദരാബാദ് ഗുജറാത്തിലേക്ക് ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ഈ OM-കാരെ ക്ഷണിച്ചത്. അങ്ങനെ OM-ല് ഇവിടെ കടന്നു വന്നു. അങ്ങനെ ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ചർച്ച ചെയ്യുവാനിടയായിത്തീർന്നു. എല്ലാവരും ഇങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ അതിലൊരു ബ്രദർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സഹോദരിയെ കിട്ടി എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കാനിടയായി തീർന്നു. അങ്ങനെ അവരിങ്ങനെ ചോദിച്ചെങ്കിലും ഇതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നീട് ഇവര് വീട്ടിൽ പോയി എൻ്റെ ഒരു ബ്രദറിന്റെ അടുത്ത് ഇങ്ങനെ എന്നെ ഓയ്മിക്കൊണ്ടുവന്ന ബ്രദർ ഇവരുമായിട്ട് ഭയങ്കര കൂട്ടം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ആ കുട്ടിയെ ഇഷ്ടമാണ്, ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ ആ ബ്രദർ അമ്മച്ചിയോട് സംസാരിച്ചു. അങ്ങനെ അമ്മച്ചി ചർച്ച പറഞ്ഞ് അങ്ങനെ പാസ്റ്ററും ഒക്കെ എഗ്രി ചെയ്ത് പിന്നെ അവിടെ നിന്ന് അവരുടെ ഫാദറും അവിടുത്തെ പാസ്റ്ററും ഒക്കെ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ കടന്നു വന്ന എൻ്റെ ഈ അച്ഛൻ കടന്നു വന്നപ്പോ പറഞ്ഞു, ഈ കുട്ടി മതി, ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇതാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറയട്ടെ, എന്നെ നിന്ദിച്ചവര്, എന്നെ പഴിച്ചവര്, അവരൊക്കെ മക്കളുടെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ദൈവം എൻ്റെ വിവാഹത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 2001 ചെയ്തു തരുവാനിടയായി തീർന്നു. അങ്ങനെ 2001 ജനുവരി 31 ഞങ്ങളുടെ വിവാഹം നടന്നു. എന്നാൽ ഈ കല്യാണത്തിന് മുൻപ് ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീധനം കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊന്നും കൊടുക്കാൻ ഒരു വകയില്ലാതെ ഇരിക്കുന്ന ആ സമയത്ത് ഞാനും ആകെ ഭാരപ്പെട്ടു, എന്ത് ചെയ്യും? കല്യാണത്തിന് ഒരു ഡ്രസ്സ് മേടിക്കാൻ പോലും പൈസ എൻ്റെ വീട്ടിൽ നിന്ന് ആരും തന്നില്ല. എൻ്റെ ചർച്ച ആയിട്ടാണ് എൻ്റെ ഈ കല്യാണം നടത്തിയത്. അപ്പൊ എന്റെയും എൻ്റെ ഒരു കൂട്ടുകാരിയുടെയും കല്യാണം ഒരു ദിവസം പിറ്റേ ദിവസം പോലെ ഒരു ദിവസത്തെ ഡിഫറൻറ്റിൽ നടക്കുക. അപ്പൊ അവളുടെ കല്യാണമാണ് ആദ്യത്തെ ദിവസം. അപ്പൊ ഞാൻ അവളുടെ കല്യാണത്തിന് ഇങ്ങനെ ചെന്നപ്പോൾ എൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോ അപ്പച്ചൻ ചോദിച്ചു, എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ച നാളെ കല്യാണം, എനിക്ക് ഉടുക്കാൻ ഒരു സാരി മേടിച്ചിട്ടില്ല, കല്യാണ സാരി ഞാൻ എന്ന് എനിക്കറിയില്ല. എൻ്റെ ബ്രദറാന്നൊക്കെ അവര് കല്യാണം ഉറപ്പിക്കലിന് വന്നപ്പോ ഞാൻ മേടിച്ചു കൊടുത്തോളാം അന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ വലിയ ആളായി. എങ്കിൽ തന്നെയും ആ സമയത്ത് എനിക്ക് വേണ്ടി ചെയ്തു വരുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാന് ഒത്തിരി ഭാരത്തോടെ ഇരുന്നപ്പോ പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക്, അവർക്കും വലിയ സാമ്പത്തികമൊന്നുമില്ല, പെട്ടെന്ന് 300 രൂപ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, മോളെ ഇത് കൊണ്ടുപോയി നീ എങ്ങനെയെങ്കിലും സാരി മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വേറെ ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുമായിട്ട് ഇങ്ങനെ സാരി മേടിക്കാൻ ഞങ്ങള് പെരുമ്പാവൂര് ആ കട മുഴുവൻ ഞങ്ങൾ കയറി ഇറങ്ങി. എന്നാൽ ഈ 300 രൂപയ്ക്ക് ഒതുങ്ങുന്ന ഒരു സാരി കിട്ടുവാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മനസ്സാകെ നിരാശപ്പെട്ടു. ചേച്ചി പറഞ്ഞു, ഷീന ഒരു കട കൂടി ഉണ്ട്, നമുക്ക് ലാസ്റ്റ് അവിടെയും കൂടി കയറിയിട്ടില്ല എങ്കിൽ നമുക്ക് അങ്കമാലിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ ചേച്ചിയും കൂടി ആ ലാസ്റ്റ് കടയിൽ ചെന്നു. ആ കടയിൽ ചെന്നപ്പോ അവർ ആദ്യം എടുത്തിട്ട ഒരു സാരി, എൻ്റെ കയ്യിലുള്ള പൈസയുടെ അത്രയുള്ള ഒരു സാരി ആയിരുന്നു. പക്ഷെ കണ്ടാൽ നല്ലൊരു സാരി, നല്ലൊരു അത്ഭുതമായിട്ട് ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചതുപോലുള്ള ഒരു സാരി അന്ന് ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. ഒത്തിരി സന്തോഷത്തോടെ അത് മേടിച്ച് വീട്ടിൽ വന്ന് അത് ഉടുത്താണ് കല്യാണത്തിന് ഇറങ്ങി തിരിച്ചത്. ആ സമയത്തൊന്നും എൻ്റെ വീട്ടിൽ നിന്നോ ആരും ഒരു സഹായം പോലും ചെയ്യുവാനില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒത്തിരി ഭാരം, ഒത്തിരി ദുഃഖം, എല്ലാ ബന്ധുക്കളും ഉണ്ടെങ്കിലും ആരും ഒന്നിനും സഹകരിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അന്ന് കല്യാണമൊക്കെ നടന്നു പോയത്. പിന്നീട് കല്യാണം കഴിഞ്ഞ 6 മാസം ഞങ്ങൾ വീട്ടിൽ നിന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് ദൈവവേല ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹത്തോടെ, എൻ്റെ ഹസ്ബൻഡ് ഗുജറാത്തിലായിരുന്നു. അപ്പൊ ഗുജറാത്തിൽ ഓയ്മയിലുള്ള ബന്ധത്തിൽ ആയിരുന്നു, ഗ്രാജുവേഷൻ കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം ഗുജറാത്തിലേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഗുജറാത്തിലേക്ക് പോകണമെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധിയുള്ള ഒരു സമയ, അച്ഛന് സുഖമില്ലാത്ത ഒരു സമയം. അപ്പൊ എങ്ങനെ പോകും
എന്നിങ്ങനെ ചിന്തിച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ. എങ്ങനെ ദൈവത്തിന്റെ വേല ചെയ്യണം, അതൊരു ആഹ്വാനമായിട്ട് ഒരു വിളിയായിട്ട് കിടക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തൃശ്ശൂരിൽ നിന്ന്, അന്നൊന്നും നമ്മുടെ കയ്യിലെ ഈ മൊബൈൽ ഫോൺ ഇല്ല, അപ്പൊ ലാൻഡ് ഫോൺ ഉള്ളൂ. അപ്പൊ ലാൻഡ് ഫോൺ ഞങ്ങളുടെ വീടിന്റെ അയൽവക്കത്ത് ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ചർച്ചിൽ തിരിച്ച് പോയപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ ഇന്ന് നിനക്കൊരു ഫോൺ വന്നിട്ടുണ്ട്, നീ ചർച്ച കഴിഞ്ഞ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ 2 മണിയാകുമ്പോ ഫോൺ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ എന്നെ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ബ്രദറാ. എൻ്റെ ഞങ്ങൾ OMA പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ആദ്യ ലീഡറായിരുന്ന ആ ചേച്ചിയുടെ ബ്രദറാണ് എന്നെ വിളിക്കുന്നത്. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് നല്ല സ്നേഹമുള്ള ഒരു ബ്രദർ കുടുംബമാണ് അവര്. അങ്ങനെ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഷീന, ഇന്ന് ഞാൻ രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയാ, ഷീനനെ വിളിക്കണം, നിങ്ങൾക്ക് എന്തോ ആവശ്യമുണ്ട്. എന്നോട് ദൈവാത്മാവ് ഹോമിക്കുക, എന്താണെന്നറിയില്ല, നിങ്ങളുടെ ആവശ്യം എന്താന്ന് എന്നോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചേട്ടാ, ഞങ്ങൾക്ക് ഇങ്ങനെ ഗുജറാത്തിലേക്ക് പോകണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. അപ്പൊ അതിന് പോവാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, എത്ര ശ്രമിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുവാനിടയായി തീർന്നു. പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പേര് ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ നിങ്ങൾ തൃശ്ശൂരിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വണ്ടിക്കൂലില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവിടെ നിന്ന് ആര്യങ്ങളുടെ അടുത്തുനിന്ന് കടം മേടിച്ചിട്ട് വാ ഞങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലുള്ള, ആ ഫോണുള്ള വീട്ടിലെ ചേച്ചിയുടെ അടുത്തുനിന്ന് 500 കടം മേടിച്ച് ഞങ്ങൾ ഇവിടുന്ന് 2 പേരും വയനാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയി. തൃശ്ശൂർ ചെന്ന ഉടനെ ആ ചേട്ടൻ കയ്യിലേക്ക് പൈസ എടുത്ത് തന്നിട്ട് പറഞ്ഞു, വേഗം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനായിട്ട് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ ഹസ്ബൻഡ് പോയി തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കടന്നു വരുവാനിടയായി തീർന്നു. അതേപോലെ ഞങ്ങളെ തിരിച്ച് യാത്ര അയച്ചപ്പോൾ ആ കടം കൊടുക്കുവാനുള്ള പൈസയും ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും ഒക്കെ തന്നാണ് അയച്ചത്. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകേണ്ട സമയമാകുമ്പോൾ പൈസ റെഡി ആയില്ലെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകേണ്ട സമയമായിട്ട് ഞങ്ങൾക്ക് പൈസ റെഡി ആയില്ല. അപ്പൊ ആ ചേട്ടൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു 4000 രൂപ ഇട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാ, നിങ്ങൾ പോയി ദൈവത്തിന്റെ വേല ചെയ്യുന്നെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ഈ 4000 രൂപയുമായിട്ടാണ് ഞങ്ങൾ ഗുജറാത്തിലേക്ക് 2001 ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നത്. അങ്ങനെ കടന്നു വന്നപ്പോ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു സ്റ്റൗ ഒക്കെ വേണം, എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, 4000 രൂപയുള്ളൂ, ഇതുകൊണ്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാന്നിങ്ങനെ പറയാനിടയായി തീർന്നു. എന്ന് ഞാൻ പറയട്ടെ, ഞങ്ങൾ ആദ്യം അഹമ്മദാബാദിലേക്കാണ് കടന്നു വന്നത്. അഹമ്മദാബാദിൽ കടന്നു വന്നപ്പോൾ OMന്റെ ഓഫീസിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ ഡയറക്ടർ ആയിരുന്ന ഗിദിയൻ പീറ്റർ എന്ന് പറയും. അപ്പൊ പുള്ളിയാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ. അപ്പൊ പുള്ളി ഞങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ച്, അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയുടെ വൈഫ് ഞങ്ങളോട് പറഞ്ഞു, സുല്ല, ഞാനൊരു പുതിയ സ്റ്റൗ മേടിച്ചു, ഇവിടുത്തെ പഴയ സ്റ്റൗ നല്ലതാ, അത് ഇവിടെ ഇരിപ്പുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നതാന്ന് ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമ്മള് ദൈവസന്നിധിയിൽ ഞാൻ ട്രെയിനിൽ പറഞ്ഞ ആ സംസാരം മറ്റാരും കേട്ടില്ലെങ്കിലും, മറ്റാരുടെ ഹൃദയത്തിൽ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ അവസ്ഥ അറിഞ്ഞ്, എൻ്റെ ആ ശബ്ദം കേട്ട് ദൈവം എനിക്ക് വേണ്ടി മുന്നമേ കരുതിയെന്നേ എനിക്ക് പറയാനുള്ളൂ. ദൈവം അത്ഭുതമായിട്ട് അന്ന് ഞങ്ങൾക്ക് OMൽ നിന്ന് ഒത്തിരി പാത്രങ്ങളും വലിയൊരു ബോക്സ് നിറച്ച പാത്രം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് കച്ചിലേക്ക് പോകുവാനിടയായിത്തീരുന്നു. അവിടെ ഈ ഭൂകമ്പം കഴിഞ്ഞ ശേഷം ഒരു സംഘടനയുള്ള ബന്ധത്തിൽ ഈ മറ്റുള്ളവർക്ക് വീടിൻ്റെതായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം നിയോഗിച്ചത്. അധോയി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ ഭൂകമ്പം വന്ന് മൊത്തം നശിച്ചു പോയ ഒരു ഗ്രാമമാണ്. മൺകർമാര് ഒത്തിരി ജീവിക്കുന്ന ഒരു സ്ഥലം. അവരുടെ ഇടയിൽ പല ഭവനങ്ങൾക്ക് ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും സുവിശേഷം പറയുവാനുള്ള ഒരു അവസരം ദൈവം അവിടെ ഒരുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് സംഘടനയുള്ള ബന്ധത്തിൽ ഒരു വർഷക്കാലം ഇങ്ങനെ പോയപ്പോൾ പലപ്പോഴും അവിടെ ബുദ്ധിമുട്ടും ഭാരങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്ത് ചെയ്യണം, ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല, ഏതെങ്കിലും ഒരു ചർച്ചിനുള്ള ബന്ധത്തിൽ ഇങ്ങനെ നിൽക്കണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചർച്ച് ഓഫ് ഗാന്ധിധാം എന്ന് പറഞ്ഞ ചർച്ചിനോട് ചേർന്ന് ഞങ്ങള് പിന്നീട് ആ ചർച്ചിനോട് ചേർന്ന് സ്റ്റീഫൻ പാസ്റ്റർ ഞങ്ങളെ കൈക്കൊള്ളുവാൻ ഇടയായി തീർന്നു. ഒരു അപ്പനെ പോലെ ഞങ്ങൾ സ്നേഹിച്ചു, ഞങ്ങൾ അവിടെ നിർത്തി. അതുപോലെ തന്നെ ഞങ്ങളെ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട്
രംഗന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളെ അയക്കുവാനിടയായി തീർന്നു. രംഗന്ദ്രയിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ മുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ദേവദാസനുണ്ട്. അവർ അവിടെ നിന്ന് മാറിപ്പോയി. എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് പ്രവർത്തിപ്പാനിടയായി. ഒരു പഞ്ചാബി ഫാമിലി മാത്രമേ അന്ന് വിശ്വാസത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ അവിടെ ചെന്ന് പ്രവർത്തിച്ചു. ഒത്തിരി കഷ്ടതയുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നെ 2500. ആ 2500 രൂപയ്ക്ക് ഞങ്ങള് വീടിന്റെ വാടക കൊടുക്കണം, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണം. അന്ന് വണ്ടി ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നോക്കണം. അങ്ങനെ ഞങ്ങള് അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞങ്ങള് 4 വർഷകാലം അങ്ങനെ അങ്ങ് ജീവിച്ചു പോയി. അതുപോലെ തന്നെ ഞങ്ങള് അങ്ങനെ അവിടെ ദൈവത്തിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുമ്പോ ആർമി സ്റ്റേഷനിൽ ഞങ്ങൾ കടന്നു പോകുവാനിടയായി തീർന്നു. ആർമി സ്റ്റേഷനിൽ പോയി ഞങ്ങള് അവിടെ ദൈവത്തിന്റെ പ്രവർത്തിപ്പാനിടയായി പല ആർമിക്കാര് ആന്ധ്രയിൽ നിന്നുള്ള അനേകര് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ചർച്ച് കുറച്ചൊക്കെ ഒരു ഗ്രോത്ത് ആയി വന്നു. അതിന്റെ ഇടയ്ക്ക് 2003 ഞങ്ങൾക്കൊരു മോളെ ദൈവം തരുവാനിടയായി തീർന്നു. മോളുടെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, മോള് കുഞ്ഞും കൊച്ചാ. അവള് ഒരു 2-3 വയസ്സുള്ളപ്പോൾ അവൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, മമ്മി എനിക്ക് തണ്ണിമത്തങ്ങ വേണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തങ്ങ വേണം. അന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, എങ്ങനെ മേടിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്ക്, യേശുപ്പച്ച കൊണ്ടുതരുമെന്ന് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. അങ്ങനെ പറഞ്ഞു. ആ കൊച്ചു എനിക്കറിയില്ല, യേശുപ്പച്ച എനിക്ക് തന്നെയെന്ന് അവളും കണ്ട് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് അത് മറന്നുപോയി. ഞങ്ങൾ എന്നിട്ട് ആർമിയിലേക്ക് വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ കടന്നു പോയപ്പോൾ കുറച്ച് ഒരു ഉച്ചയായപ്പോ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ അയൽവക്കത്തുള്ള ഒരു സഹോദരി എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ കുറച്ച് ഫ്രൂട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ വലിയൊരു തണ്ണിമത്തങ്ങ വേറെ കുറച്ച് ഫ്രൂട്ട്സും ആയിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവര് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അയൽവക്കത്തെ വീട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവര് പോകുവാനിടയായി തീർന്നു. പിന്നീട് അറിഞ്ഞ ആർമിയിൽ നിന്നൊരു സഹോദരനാണ്. പുള്ളി ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു പുള്ളിയോട് ഇങ്ങനെ കുറച്ച് തണ്ണിമത്തങ്ങ മേടിച്ച് അവർക്ക് കൊണ്ടു കൊടുക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ചെറിയൊരു ആവശ്യമാണെങ്കിലും നമ്മൾ അത് പറയുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തന. മനുഷ്യൻ മറന്നുപോയത് ചെറിയൊരു ആവശ്യമാണല്ലോ, ചെറിയൊരു ഇതാണല്ലോ, ഇതൊക്കെ എന്താ നിസ്സാരമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ദൈവം നമ്മുടെ ഒരു ചെറിയൊരു ആവശ്യമാണെങ്കിലും അതിനെ തള്ളിക്കളയാതെ ദൈവം നമ്മളെ പോറ്റി പുലർത്തുന്നത് ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ അവിശ്വസ്തി ഓർക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തെ മറന്നിരിക്കാൻ കഴിയും? നമുക്ക് ഒരിക്കലും കഴിയില്ല. നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ആവശ്യത്തിന്റെ മേലും എൻ്റെ കർത്താവ് വലിയവനാണ്. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം അന്ന് ഉണ്ടാകുവാനിടയായി തീർന്നു. പിന്നീട് ഞങ്ങള് സന്തോഷത്തോടെ അവിടെ ഒരു വേല ചെയ്തു. അങ്ങനെ ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഒരു മോനെ കൂടി തരുവാനിടയായി തീർന്നു. അങ്ങനെ മോനെ തന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പ്രശ്നം എൻ്റെ കുഞ്ഞിന് ഉണ്ടാകുവാനിടയായി തീർന്നു. കുഞ്ഞ് ജനിച്ച ഉടനെ ഒരു നോർമൽ പ്രസവമായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടോ ഭാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും അന്ന് രാത്രി തന്നെ കുഞ്ഞിന് ഭയങ്കര കരച്ചില. ഇവിടെ ഗുജറാത്തിൽ നിന്നൊക്കെ അറിയാലോ, ഇവിടെ നോർമൽ പ്രസവമാണെങ്കിൽ രാവിലെ പ്രസവിച്ച ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വിടുന്ന ഒരു സമയ. അപ്പൊ അവര് ഉച്ചയായപ്പോ ഞാൻ പ്രസവിച്ച് വൈകുന്നേരമായപ്പോ അവര് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വന്നു. പക്ഷെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുഞ്ഞിന്റെ മേല് മുഴുവൻ ഭയങ്കര ചൂട്, ഭയങ്കരമായിട്ട് കൊച്ചു കരയുക, കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ ഒരു അനുഭവം. ഞാൻ അന്ന് രാത്രി തന്നെ ഒരു കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എങ്കിൽ തന്നെയും ഡോക്ടർ പറഞ്ഞു പിന്നെ യാതൊരു പ്രോബ്ലവും ഇല്ല ഇങ്ങനെ പറയാനിടയായി തീർന്നു. എങ്കിലും കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അവന്റെ കരച്ചിൽ നിർത്തുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി. എന്തുകൊണ്ട് ഈ കൊച്ചു കരച്ചിൽ നിർത്തുന്നില്ല, കുഞ്ഞ് പാല് കുടിക്കുന്നില്ല? അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു. പെട്ടെന്ന് ആർമിയിൽ നിന്ന് ഒരു സിസ്റ്റർ അന്ന് സൺഡേയിൽ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങള് കുഞ്ഞിനെ നോക്കുന്നില്ലെങ്കിൽ നോക്കണ്ട, ഞാൻ കൊണ്ടുപോകുവാന്ന് പറഞ്ഞ് സിസ്റ്റർ വേഗം കുഞ്ഞിനെ എടുത്തിട്ട് വേറെ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് പറഞ്ഞ കുഞ്ഞിന് മെനഞ്ചിറ്റീസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ളൊരു ഇതിലൂടെയാണ് അവർ അന്ന് പറയുവാനിടയായി തീർന്നത്. എന്നാൽ അന്ന് ജനിച്ച ഉടനെ തന്നെ ആ കൊച്ചിനെ വെന്റിലേറ്ററിൽ ഇങ്ങനെ ക്ലാസിന്റെ ലൈറ്റിന്റെ കീഴെ വെക്കുവാനിടയായി തീർന്നു.
ഉടുപ്പോ ഒന്നും ധരിക്കാൻ പോലും പറ്റാതെ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ 7 ദിവസം മിണ്ടാതെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴൊക്കെ ദൈവസന്നിധിയില് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങളുടെ എന്തെങ്കിലും ക്രോശങ്ങളുണ്ടോ, ഞങ്ങളുടെ എന്തെങ്കിലും കുറവുകളുണ്ടോ എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ആ കുഞ്ഞിനെ അവനെ 7 ദിവസം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഞങ്ങൾ അഡ്മിറ്റ് ആക്കി, കുഞ്ഞ് സുഖപ്പെട്ടു. പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കാല് കുത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള 1.5 വയസ്സുള്ള ഒരു കൊച്ച് ഇതേ അസുഖത്താൽ അപ്പൊ തന്നെ മരണമടയാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമുക്ക് വരേണ്ടതായിട്ടുള്ള ചില അനർത്ഥങ്ങള് ദൈവം അത് തട്ടിമാറ്റി കളയുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു. എന്നാല് എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളോട് തുണ നിന്നു. ഞങ്ങൾക്ക് വരുന്ന എല്ലാ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ദൈവം വിടിവിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങള് അവിടെ 11 വർഷക്കാലം ആ ദേശത്ത് നിന്ന് ഞങ്ങള് വേല ചെയ്തു. സഭ വളരുവാനിടയായി തീർന്നു. അനേകര് കർത്താവിന്റെ ആരാധനയ്ക്കൊക്കെ കടന്നു വന്ന് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങള് 11 വർഷക്കാലം 2011 ഞങ്ങള് നാട്ടിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ഇനി നാട്ടിൽ നിന്ന് ശുശ്രൂഷിക്കാനൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ ദൈവവിളി അനുസരിക്കാതെയുള്ള ഒരു യാത്രയായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി 2012. അപ്പൊ ഞങ്ങൾ ദിവസത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങളുടെ കുറവുകള ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ നീ അയക്കുന്ന എവിടെയാണ് ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിട്ടുപോകുന്ന ചർച്ചിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഈ സാബർകാണ്ട ഡിസ്ട്രിക്റ്റിലെ കേടുബ്രഹ്മ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് അവിടെ AG-യിൽ വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്ററും കുടുംബമുണ്ട്. അപ്പൊ അവര് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ അവരുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് ദൈവവേല ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങള് 2012 അവസാനം ഇവിടെ കടന്നു വന്നു. ഞങ്ങൾ കേടുബ്രഹ്മയുള്ള ബന്ധത്തില് അവിടെ പാസ്റ്ററുടെ സ്കൂളില് ഞങ്ങൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഞങ്ങള് എല്ലാ ശനിയാഴ്ചയും ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല ഗ്രാമങ്ങളിൽ ഞങ്ങൾ വർക്കിന് പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പഠിപ്പിക്കലും പിന്നെ മിനിസ്റ്ററും കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ അണ്ടറിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായുള്ള ഒരു ഭാരമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുക്കാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം അവിടെ ശനിയാഴ്ച ഒരു ക്രിസ്മസ് ദിവസം, ആ ക്രിസ്മസ് ദിവസത്തിന്റെ അന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തു, നമുക്ക് ഈഡർ എന്ന് പറഞ്ഞ ദേശത്തേക്ക് പോകാം, അവിടെ നമുക്ക് ഒന്ന് നോക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്ന വഴിക്ക് പോണ വഴിയാണെങ്കിലും അത്രയും നമ്മൾ കാര്യമാക്കിയിട്ടില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ദൈവം കാണിച്ച ആ ദർശനപ്രകാരമുള്ള മാർബിൾ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയൊരു ടൗൺ ആണ് ഈഡർ എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഒരു പ്രദേശമാണ് ഈഡർ എന്ന് പറയുന്നത്. ചൂടായി കഴിഞ്ഞാൽ ഈ മാർബിൾ കല്ലുകളെല്ലാം അങ്ങ് പഴുത്തിട്ട് ഭയങ്കരമായിട്ട് ചൂടടിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ചർച്ച ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ ഞങ്ങളോട് ആരോ പറഞ്ഞു അവിടെ ഒരു ക്രിസ്തീയ കുടുംബം ജീവിക്കുന്നുണ്ട്, അവര് രാജസ്ഥാനിയിലാ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പിന്നെ ഒരു മദ്രാസി, ഏതെങ്കിലും ഒരു തമിഴ്ക്കാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ഏതെങ്കിലും ഒരു മദ്രാസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു മദ്രാസി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ട്. അപ്പൊ ഞങ്ങൾ അവരെ തേടി ഇറങ്ങിയതാണ് അന്ന് 25-ാം തീയതി ഒരു ഡിസംബറിൽ. അങ്ങനെ തേടി ഇറങ്ങി ആദ്യം രാജസ്ഥാനികളുടെ CNI-ക്കാരാണ് അവരുടെ ഭവനത്തിൽ വന്നു. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല തിരിച്ചു പോകാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഒന്നുകൂടി പോവാം, ഒരു മദ്രാസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏതൊരു മദ്രാസി ഇന്ന ഒരു സ്ഥലത്ത് താമസിക്കണ്ട് എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആർക്കും അറിയില്ല അവരെ പറ്റി, പേര് നമുക്കറിയില്ല. അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ടയർ കട നടത്തുന്ന ഒരു മലയാളിയെ ഞങ്ങൾ പരിചയപ്പെടുവാനിടയായി തീർന്നത്. അവര് ഒക്കെ ഒത്തിരി സന്തോഷമായി. കാരണം ക്രിസ്മസിന്റെ അന്ന് വേറെ ആരും അവരുടെ വീട്ടിലേക്ക് ചെല്ലുവാനില്ല, അവർ ആർസിക്കാരാണ്. അങ്ങനെ അവര് ചർച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന സമയം അവര് ഞങ്ങളെ കൈക്കൊണ്ടു ഭക്ഷണമൊക്കെ തന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് ഞങ്ങൾക്ക് മനസ്സങ്ങും ഭയങ്കര ഒരു വേദനയാ. ഞങ്ങൾ വന്നത് എന്തിനാ? ദൈവത്തിന് വേണ്ടി വന്നിട്ട് നമ്മൾ എന്തോ ഒരു
മിസ്സിങ് ചെയ്തതുപോലെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഞങ്ങൾ തിരിച്ച് വേറെ ഒരാളോട് ചോദിച്ചു, ഇവിടെ മദ്രാസി ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവര് പിന്നെയും പറഞ്ഞു ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചു പോയ മലയാളിയുടെ വീടിന്റെ തൊട്ട് പുറകെ അവര് താമസിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ അവരെ പരിചയപ്പെട്ടു. അവിടെ പരിചയപ്പെട്ടപ്പോൾ അവർ ഈ ചിക്കിയുടെ ബിസിനസ് നടത്തുന്ന ഒരു അനുഭവമായിരുന്നു. അവർ ചെറിയൊരു കമ്പനി പോലെ അവർ നടത്തുക. അന്നേരം അവരുടെ ബിസിനസ് ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അനുഭവം. ആ തകർച്ചയിലേക്ക് പോയി അവർക്ക് ബിസിനസ് നടക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥത, ഭയങ്കര ഒരു അനുഭവത്തിലൂടെ അവര് വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞങ്ങൾ ചെന്ന ഉടനെ അവിടുത്തെ ആ വീട്ടിലെ ആ ബ്രദറിന്റെ വൈഫ് അക്ക ഞങ്ങളെ കണ്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നവരാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവര് ഹിന്ദുക്കളായിരുന്നെങ്കിൽ അവര് വേഗം പായ വിരിച്ചു ഇരുന്നു അവിടെ ഇന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പിന്നെ എല്ലാ സൺഡേയിലും എല്ലാ സാറ്റർഡേയിലും ഞങ്ങൾ അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അവരന്നേരം പായയിടും, അവർ പ്രാർത്ഥിക്കും, അവരുടെ വിഷയങ്ങൾക്കെല്ലാം വിടുതല് കിട്ടുവാനിടയായി തീർന്നു. പിന്നീട് ആ മലയാളിയുടെ വീട്ടിൽ ഞങ്ങൾ കടന്നുപോയി ആ മലയാളികളോടും സുവിശേഷം പറയുവാനും, അതേപോലെ തന്നെ അങ്ങനെ അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ തൊട്ടടുത്ത മലയാളിയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു സിന്ധി ഫാമിലി, ഒരു സിന്ധി ആന്റി കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ആന്റി ഞങ്ങളോട് പറഞ്ഞു, ഞാനിങ്ങനെ യേശുവിനെ കുറിച്ച് കേട്ടു, ഇങ്ങനെ ടിവിയിലൂടെ ഇങ്ങനെ കേട്ടതാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയാനിടയായി തീർന്നു. അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആന്റി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ വന്ന് എല്ലാ സൺഡേയിലും പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു നിന്ന് 2013 ഞങ്ങൾ അവിടെ ഒരു ആരാധന സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ആദ്യമായിട്ട് ആരാധന സ്റ്റാർട്ട് ചെയ്ത് ഒരു സിന്ധി ഭവനത്തിലാണ്. ഇന്നും അവര് ഭവനത്തിൽ അവിടെ ഉണ്ട്. പിന്നെ ആന്റിയുടെ കാല് സുഖമില്ലാത്തതുകൊണ്ടൊന്നും ആരാധനയ്ക്കൊന്നും കടന്നു വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നീട് അവിടെ 2-3 ഹിന്ദി ഭവനങ്ങൾ അവിടെ പ്രാർത്ഥന വെക്കുന്നത് മുഖാന്തരം അവരെ കടന്നു വന്നു, പ്രാർത്ഥിച്ചു. അനേകർക്ക് വിടുതലുകൾ ലഭിക്കുവാൻ ഇടയായി തീർന്നു. എല്ലാവർക്കും സന്തോഷമാണ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. എപ്പ ചെന്നാലും പറയും യേശുവിന്റെ പാട്ട് പാടണം, പ്രാർത്ഥിക്കണം എന്ന് അവർ ഭയങ്കര ഒരു താല്പര്യത്തൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങള് പിന്നീട് ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ പ്രവർത്തിച്ച മുഖാന്തരം 2 തമിഴ് ഫാമിലികളെ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ സഭ വളർന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ അങ്ങനെ ഒരു റൂം വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ അവിടെ എല്ലാ സൺഡേയിലും ഞങ്ങൾ കേടുപുരമേന്ന് ഇവിടെയും വരെയും കടന്നു വന്ന് പിന്നെ ആരാധന അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നു. പിന്നീട് ഞങ്ങൾ ചിന്തിച്ചു ഇനി ഞങ്ങൾക്ക് തിരിച്ച് 2015 ഞങ്ങൾ ചിന്തിച്ചു അന്ന് തിരിച്ചു പോകാം, ഈഡറിലേക്ക് സ്ഥലം മാറാം, അവിടെ പോയി താമസിച്ച് പ്രവർത്തിക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. അങ്ങനെ ഈ ദേശത്ത് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള് ലെപ്രസികളുടെ ഇടയിൽ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ആരംഭിക്കാനിടയായി. ഇവിടെ ഒരു ലെപ്രസി കോളനികളുണ്ട്, കുഷ്ഠരോഗികളെ കൊണ്ട് നിറഞ്ഞൊരു കോളനിയാണ്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യും, ഞാൻ അതിന് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്യാന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇവിടെ ഒരു കുഷ്ഠരോഗികളുടെ ഇടയിൽ ഒരു പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, അന്ന് ആ സമയത്ത് കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. അവരുടെ ചിലരുടെ കൈയൊക്കെ ഇങ്ങനെ അറ്റുപോയി, ഇങ്ങനെ കുഷ്ഠം വന്നിട്ട് അത് മുറിഞ്ഞു പോയി, വിരലുകളൊന്നും ഇല്ലാത്ത, കൈപ്പത്തി മാത്രമേ ഉള്ളൂ, വിരലൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. ചിലവർക്ക് കാലയിലൊക്കെ വ്രണം പിടിച്ചുള്ള ഒരവസ്ഥ. നമ്മൾ ചെല്ലുമ്പേ നമുക്ക് തന്നെ അറിയാം ഒരു സ്മെല്ല്, ഒരു വ്രണം പിടിച്ചവരുടെ അടുത്തേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സ്മെല്ല് അടിക്കുക, അത് നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു അനുഭവമാണ്. ആദ്യമൊക്കെ എനിക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. പിന്നീട് ഒരു പേടിയായിരുന്നു, കർത്താവ് എല്ലാ കുഷ്ഠരോഗം നമുക്ക് പകരുവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് അതൊന്നും വകവയ്ക്കാതെ അവിടെ പോയി പ്രവർത്തിപ്പാനിടയായി തീർന്നു. അനേകര് ആ സമയത്ത് അവിടെ ഞങ്ങൾക്ക് അവിടെ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അപ്പൊ തന്നെ ആ ബ്രദർ ഒരു ചെറിയൊരു കൂട്ടായ്മയ്ക്കായിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ അവരുടെ ആ സൊസൈറ്റിയുടെ ഉള്ളിൽ ഞങ്ങൾക്ക് പണിത് തന്നു. അപ്പൊ എല്ലാ സൺഡേയിലും അവിടെ ആരാധനയ്ക്ക് ആളുകൾ കടന്നു വരുമായിരുന്നു. എല്ലാ 10-40 പേരൊക്കെ ഉണ്ടാവും. ചില സമയത്തൊക്കെ അവരെല്ലാവരും കൂടി ഈ വചനം കേൾക്കാനും പാട്ടുപാടാനും ഒക്കെ കടന്നു വരും. അപ്പൊ ബ്രദറെല്ലാം
മാസം ഒരു ചെറിയൊരു കിറ്റ് അവർക്ക് കൊടുക്കും, ഭക്ഷണ കിറ്റ്. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു അനുഭവത്തിലൂടെ കടന്നുപോയി. അനേകര് ദൈവവചനം കേൾപ്പാൻ ഇടയായി തീർന്നു. അനേകര് യേശു ആരെന്ന് അറിയുവാൻ ഇടയായി തീർന്നു ആ പ്രവർത്തന മുഖാന്തരം. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങള് പോയിക്കൊണ്ടിരുന്നു. എന്നാല് ഞങ്ങളുടെ ജീവിതത്തില് എൻ്റെ മോള് പിന്നെ പാസ്സായി, +2 പാസ്സായി. അവൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അവളുടെ 2022 തന്നെ അവൾക്ക് ഒരു കോളേജില് ബാപ്റ്റിസ്റ്റ് ഇന്റർനാഷണൽ നഴ്സിംഗ് കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ലഭിക്കാനിടയായി തീർന്നു. മോളിപ്പോ 3-ാം വർഷം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൻ ഇപ്പൊ 11-ലായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ദൈവത്തിന്റെ മേലുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് 2 ആരാധനയാണ്. ഒന്ന് ലെപ്രസി കോളനിയിൽ ആരാധനയുണ്ട്, അതേപോലെ തന്നെ ഞങ്ങള് ആദ്യം പ്രവർത്തിച്ച ആ ചർച്ചിൽ ഞങ്ങൾക്ക് ആരാധന. അങ്ങനെ രാവിലത്തെ ആരാധന കഴിഞ്ഞ് ഉച്ചത്തെ ആരാധനയ്ക്ക് അവിടെ പോകും. പിന്നെ അതുകൂടാതെ ഞങ്ങൾ പല ഗ്രാമങ്ങളില് മൈലുകളോളം കുറെ ദൂരം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ്, ഉൾഗ്രാമത്തിൽ പോയാണ് പിന്നെ ഞങ്ങള് പ്രവർത്തിപ്പാനിടയായി തീർന്നത്. അങ്ങനെ ചില ഗ്രാമത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം, കൂട്ടായ്മയൊക്കെ ഞങ്ങൾക്ക് അവിടെയൊക്കെ നല്ലൊരു രീതിയിലേക്ക് കടന്നു വന്നതാണ്. ഉൾഗ്രാമം കാടിന്റെ ഒക്കെ നടുക്കാണ്, നമുക്ക് ഒറ്റയ്ക്കൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല, ഫാമിലി ആയിട്ട് തന്നെ പോകണം. അതേപോലുള്ള ഒരു കാടിന്റെ ഉള്ളിലുള്ള ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുവാനും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന. പല ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കടന്നു പോകുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്നാണ് എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് സുഖമില്ലാതെ വരികയും പുള്ളി 2022 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. അതെന്റെ ജീവിതത്തില് ഒത്തിരി വലിയൊരു വിഷമം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എങ്ങനെ ഞാൻ മുന്നോട്ട് പോയി ഞാൻ ചിന്തിച്ചു. ആരുമില്ല എനിക്ക്, എല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു. കാരണം പെട്ടെന്നുള്ള ഹസ്ബൻഡിന്റെ മരണം എൻ്റെ ജീവിതത്തെ തന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുന്നിലുണ്ടായി. മോള് പഠിക്കുന്നു, മോന് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, നാട്ടിലേക്ക് പോവുക എന്നുള്ളൊരു തീരുമാനം അങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. ഹസ്ബൻഡ് മരിച്ച സമയത്ത് എല്ലാവരും വന്നെങ്കിലും പിന്നീട് എല്ലാവരും കൈവിട്ട ഒരു അനുഭവമായിരുന്നു. ആരും കയറി വരാൻ പോലും പറ്റില്ലാത്തൊരു സാഹചര്യം, ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ ആളില്ലാത്തൊരു സാഹചര്യം. എങ്ങനെ മുന്നോട്ട് പോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിവേദനയോടെ ആ സമയത്ത് വാനടിയായി തീർന്നു. ആ സമയത്ത് കർത്താവിനെ കരം പിടിച്ചെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എങ്ങനെ ചിന്തിച്ചു, ഞാൻ നാട്ടിലേക്ക് പോവാം എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ പ്രവർത്തിക്കാൻ വന്നപ്പോഴുള്ള ആ ദേവദാസനും കുടുംബവും എന്നോട് പറഞ്ഞു, ഷീന നീ പോയാ ഈ വേല ആര് ചെയ്യുന്നു എന്നോട് ചോദിക്കാനിടയായി തീർന്നു. അങ്ങനെ നീ പോവരുത്, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യണമെന്ന് പറയാനിടയായി തീർന്നു. അവരെന്നെ കരം പിടിച്ചു. 1 മാസക്കാലം അവരുടെ വീട്ടിൽ എന്നെ നിർത്തുവാനിടയായി തീർന്നു. ഹസ്ബൻഡ് മരിച്ച് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ഭയങ്കര ഒരു വിഷമം. എൻ്റെ മാതാവ് മരിച്ചിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ ഹസ്ബൻഡ് മരിച്ച 6 ദിവസം ആയുള്ളായിരുന്നു, എനിക്ക് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒത്തിരി ഭാരങ്ങള്, പ്രയാസങ്ങള് ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? നാട്ടിൽ പോയ എനിക്ക് ആരുമില്ല, ആരും ഒരു സഹായമില്ല എന്നിങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ കർത്താവ് എന്നോട് രാത്രി ഇടപെട്ടു. അത് ഇപ്രകാരം എന്നോട് ദൈവം ചോദിച്ചു, ഷീന നീ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന് തീരുമാനമെടുത്തപ്പോൾ നിന്റെ ഹസ്ബൻഡായിരുന്ന സുനിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ദൈവാത്മാവ് എന്നോട് ചോദിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ആ നാളുകള് അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ ഒരിക്കലും
ഞാൻ പോവില്ല, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യും എന്ന് പറയും. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എന്റെ ജീവിതത്തില് ഞാൻ ഇങ്ങനെ ഒരു ഭാവന കാണുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പല ഗ്രാമങ്ങളും പാടങ്ങളും ഒക്കെ ഇങ്ങനെ കടന്ന് ഒരു സഞ്ചിയും തൂക്കി ഇങ്ങനെ ദൈവവേല ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാവന എന്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം പോലെ കാണുമായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇല്ല കർത്താവേ, നീ എന്നെ ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ വേല ഞാൻ നിവർത്തിക്കും. എന്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കണം. ഞാൻ ദൈവത്തോട് ഇത്രയും പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിപ്പാൻ ആരില്ല, പക്ഷെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈ നീട്ടാൻ നീ ഇടയാക്കരുത്. എന്റെ ഭവനത്തില് ഒരു വ്യക്തി വന്നാല് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള വക ദൈവം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, അന്ന് മുതൽ ഇന്ന് എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ ഒക്ടോബർ വരുമ്പോ 3 വർഷം തികയും. എന്നാല് അന്ന് മുതൽ ഇന്ന് വരെയും എന്റെ ഹസ്ബൻഡ് ഉണ്ടായതിനെക്കാട്ടിലും അധികമായിട്ട് എന്റെ ദൈവം എന്നെ പോറ്റി പുലർത്തുന്നു. എന്റെ ദൈവം എന്നെ നടത്തുന്നു. എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം എല്ലാ വർഷം കുഞ്ഞിന് നല്ലൊരു തുകയാണ് ഫീസൊക്കെ അടയ്ക്കേണ്ടത്. പക്ഷെ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്രമാത്രം അത്ഭുതകരമായിട്ട് എന്റെ ദൈവം എന്നെ വഴി നടത്തുന്നത് ഓർക്കുമ്പോൾ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കാതിരിക്കും. എത്രമാത്രം സ്തുതിച്ചാലും എത്രമാത്രം വർണ്ണിച്ചാലും ആ ദൈവം ചെയ്ത നന്മകളെ നമുക്ക് മറക്കുവാൻ കഴിയില്ല. അതുപോലെ എന്റെ ദൈവം എന്നെ നടത്തുവാനിടയായി തീർന്നു. പല അപവാദങ്ങളും പലതും എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടെങ്കിലും എന്റെ ദൈവം എന്നെ എത്രത്തോളം ഇവിടെ പിടിച്ചു നിർത്തുന്നു. എന്നെ പോലുള്ളൊരു സഹോദരിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ പ്രവർത്തിപ്പാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഇതൊരു ഹോളാണ്, ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊന്നും പറയാം ഒന്നുമില്ല, നാട്ടിലായാലും ഇല്ല, ഇവിടെ ആയാലും ഇല്ല. പക്ഷെ എന്റെ ദൈവം എന്നെ ഓരോ ദിവസവും നടത്തുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാ സൺഡേയിലും ഇവിടെ ഒരു ആരാധനയുണ്ട്. ഒരു 10-30 എല്ലാവരും കൂടി വരുമ്പോൾ ഒരു 10-30 പേര് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നു. എന്നാൽ ഈ ആരാധന ലീഡ് ചെയ്യാൻ, ഈ ചർച്ച കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം ദൈവം എന്നിലൂടെ ഇതുവരെ നടത്തി. ഇതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞാൽ പ്രസി കോളനിയില് ഇപ്പൊ കുറച്ച് പേര് അവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നുള്ളൂ. ഒരു 10-15 പേര് കടന്നു വരുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് കടന്നു വന്നവരാണ്. അവരില് ചില 2-3 പേര് സ്നാനപ്പെടുവാനിടയായി തീർന്നു. ഇനി സ്നാനപ്പെടുവാൻ ഉള്ളവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആ പ്രവർത്തനം ഭയങ്കര അനുഗ്രഹമായിട്ടാണ് കടന്നു പോകുന്നത്. ഞാൻ ചെല്ലുമ്പോഴേക്ക് അവിടെയുള്ള വിധവമാരായിട്ടുള്ള ഒരു 10-12 വിധവമാരുണ്ട്, ലെപ്രസികളായിട്ടുള്ള. ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചത് മുഖാന്തരം അനേക ലെപ്രസികൾ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ആ രോഗം പിന്നീട് മറ്റുള്ളവരിലേക്ക് പകരാതെ, അവരുടെ കൊച്ചുമക്കളിലേക്കോ അവരുടെ മക്കളിലേക്കോ ഒന്നും അത് പകരാതെ അവരിൽ തന്നെ അത് മാറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഇപ്പൊ അധികം പേരൊന്നും അവിടെ ലെപ്രസികളായിട്ടുള്ളവരില്ല, കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. എങ്കിലും ദൈവം അത്ഭുതപരമായിട്ട് ദൈവം അവിടെ അവർക്ക് ഒരു സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നു. നമ്മളവിടെ പ്രാർത്ഥന നടത്തിയത് മുഖാന്തരം ആ ദേശത്ത് ആ സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെ ആ രോഗത്തിന്റെ ആ ബന്ധനം നിന്നുപോയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പൊ ആർക്കും തന്നെ അധികം പേർക്കും അവരുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ഒന്നും ഇത് പാരമ്പര്യ ഒരു രോഗമായിട്ട് വരുന്നില്ല. അത് വലിയൊരു ദൈവത്തിന്റെ ഒരു കരുണയാണ്. അതിക്ക് മുന്നിൽ ഇഷ്ടം പോലെ ആളുകളായിരുന്നു. അവരെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കണ്ട അറയ്ക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഈ രോഗം മൂർച്ഛിച്ചവരെ ഒരു വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അവിടെ നിന്ന് അവർ മരിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ പറയട്ടെ, ഞങ്ങൾ അവിടെ ആരാധന നടത്തിയത് മുഖാന്തരം ഇപ്പൊ ഒരു 6-7 വർഷമായി അവിടെ ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ട് പോകുന്നു. ഹസ്ബൻഡ് ഇല്ലെങ്കിലും ആ വേല ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്നു. അനേകർ കടന്നു വന്നു. അനേകർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അവർക്ക് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എന്ത് ഇതിനെ വിളിച്ചാലും അവർ കടന്നു വരുവാനിടയായി തീരും. അങ്ങനെ ഞാനൊരു ദിവസം ഞാൻ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഇങ്ങനെ കെടുക്കുക. അമ്മച്ചിക്ക് വീടില്ല, ഒന്നുമില്ല. അപ്പൊ മഴ പെയ്തു ഇങ്ങനെ തലേ ദിവസം മഴ പെയ്തു ഇങ്ങനെ കിടന്നു. അപ്പൊ അമ്മച്ചിയുടെ കാലിങ്ങനെ വലിയൊരു നീര് വെത്തി ഇങ്ങനെ കിടക്കുക. അപ്പൊ അമ്മച്ചി ഇങ്ങനെ കിടന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇങ്ങനെ എങ്ങനെ കിടന്നു? ഇന്നലെ മഴ പെയ്തപ്പോ അമ്മച്ചി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ എന്റെ മേളിലേക്ക് ഇങ്ങനെ ഇട്ട് ഞാൻ കിടന്നെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സ് ഭയങ്കര ഒരു ഭാരപ്പെട്ടു പോയി. കർത്താവേ, ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ.
എന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു. എനിക്ക് എന്തെങ്കിലും ദൈവം ഒരു വഴി തുറക്കുവാണെങ്കിൽ ഞാൻ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് ഒരു തീരുമാനം എടുക്കുവാനിടയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് എനിക്കൊരു സഹോദരിയെ പരിചയപ്പെടുവാനിടയായി തീർന്നു. ബാംഗ്ലൂരിലുള്ള. അങ്ങനെ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഈ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സഹോദരി പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യുക, അവർക്കൊരു ചെറിയൊരു വീടിന് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ അവര് പറഞ്ഞത് മുഖാന്തരം അവർ കുറച്ച് പൈസ അയച്ചു തന്നു. ഒരു ചെറിയൊരു റൂം ഇങ്ങനെ പണിത്, ഷീറ്റാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഒരു ചെറിയൊരു റൂം പണിത് ആ അമ്മച്ചി അവിടെ താമസിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ വേറെ 2 വിധവമാരായിട്ടുള്ള സഹോദരിമാരുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ ആ സിസ്റ്റർ സഹായിച്ചത് മുഖാന്തരം ഓരോ ചെറിയ വീടുകൾ പണിത് കൊടുത്ത് അവിടെ താമസിക്കുവാനിടയായിരുന്നു. ഇപ്പൊ ഭയങ്കര സന്തോഷത്തോടെ അവരെല്ലാവരും ആരാധനയ്ക്കൊക്കെ കടന്നു വന്നു. അങ്ങനെ അമ്മച്ചിക്ക് ഒത്തിരി വിശ്വാസം. അമ്മച്ചി ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ അമ്മച്ചിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അമ്മച്ചി ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോഴും അമ്മച്ചിക്ക് ഒരു മുഴ വന്നിട്ടുണ്ട്. എന്നാൽ ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അനുഭവമാണ് അമ്മച്ചിക്ക്. എന്നാൽ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ആശുപത്രി പോകുന്നില്ല, ഞാൻ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് വിശ്വാസമുണ്ടോ? അമ്മച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മച്ചി പ്രാർത്ഥിക്കണം, ദൈവം അമ്മച്ചിയെ സൗഖ്യമാക്കും എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടുത്തെ ആ വേല മുന്നോട്ട് പോകുക ദൈവത്തോളം സഹായിച്ചു. അതുപോലെ തന്നെ പല ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. പലയിടത്തും ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ പല ഗ്രാമങ്ങളിൽ കടന്നുപോയി ട്രാക്ടറുകളെ കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പൊ പലയിടത്തും പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഗുജറാത്തിലും അങ്ങനെ പല വില്ലേജുകളിലേക്കൊന്നും കടന്നു പോകാൻ പറ്റാതെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അധികം ഒന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചെന്ന് പ്രവർത്തിപ്പാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ അടവൊക്കെ കടന്നു പോകുന്നത്. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഞങ്ങൾ പല വീടുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ പേര് ഓർത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സന്നിധിയില് കർത്താവ് എപ്രകാരമാണോ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് എത്രത്തോളം എന്നെ ഇവിടെ നിർത്തുന്നോ അത്രത്തോളം ഇവിടെ നിന്ന് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രിയ മാതാവ് മരിച്ചു എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. മാതാവ് മരിച്ച് 1 വർഷം, ഹസ്ബൻഡ് മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബ്രദറും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാനിടയായി തീർന്നു. പെട്ടെന്നുള്ള ഈ 3 മരണം എൻ്റെ ജീവിതത്തെ വല്ലാതെ ഷോക്കാക്കി. എങ്കിലും എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം നിർത്തുവാനിടയായി തീർന്നു. ഞാൻ വിചാരിക്കുന്നു, എൻ്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ കർത്താവ് എന്നെ തേടി വന്നില്ലായിരുന്നുവെങ്കിൽ, ഒരു ജാതീയ ബന്ധത്തിൽ ഞാൻ നിന്ന് പോയിരുന്നുവെങ്കിൽ ഈ വേദനകൾ ഒന്നും എനിക്ക് താങ്ങാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ പറയട്ടെ, നമുക്ക് വരുന്ന ഓരോ അനർത്ഥങ്ങളും എന്ത് വന്നാലും അതിനെ മറികടക്കുവാനുള്ള ഒരു കൃപ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. നമ്മളെ ദൈവം പരീക്ഷിക്കുമ്പോഴും ദൈവം അതിനെ നീക്കുപോക്കുകളോട് കൂടിയുള്ള പരീക്ഷയെ ദൈവം നമുക്ക് തരുന്നത് അതിനെ മറികടന്നു പോകുവാനുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. എന്ത് തന്നെയായാലും ഞാൻ കർത്താവിനോട് ഒരു തീരുമാനമെടുത്തു, കർത്താവേ, ഇനി എൻ്റെ കർത്താവ് അയച്ചിട്ടല്ലാതെ സ്വയമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല. എൻ്റെ കർത്താവിന്റെ വേല എൻ്റെ മരണം വരെയും കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ ഞാൻ ചെയ്യുമെന്ന് ഒരു തീരുമാനത്തിലെത്തുവാൻ ഇടയായി തീർന്നു. അത് മുഖാന്തരം ഇത്രത്തോളം ഇവിടെ നിന്ന് പോകുവാൻ ദൈവം സഹായിച്ചു. യാതൊരു സഹായവും ഒന്നുമില്ല, എങ്കിലും എൻ്റെ ദൈവം എന്നെ നടത്തുന്നത് കൊണ്ട് ഞാൻ ഇന്നും നയിക്കുന്നു. പലരും ചോദിക്കും, നീ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ, ആര് വന്നാലും എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല. കാരണം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആര് വന്നാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള വക എനിക്ക് തരണേന്ന്. ഞാൻ പറയട്ടെ, ദൈവം വിശ്വസ്തനാ. ആ ദൈവം വിളിച്ചിട്ട് വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. ആ ദൈവം നമ്മളെ ഏത് അവസ്ഥയിലൂടെ കടത്തി വിടുന്നോ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാ. ഇന്ന് കാലം എന്നെ ആരോമ ടിവിയിലൂടെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ പോലുള്ള കയ്പ് നിറഞ്ഞ അനുഭവത്തിലൂടെ, വേദനകളിലൂടെ, നിരാശയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ,
പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആ കാര്യത്തോടു കൂടെ നീക്കുപോക്കും കൂടി ദൈവം നമുക്ക് തരുവാൻ ഇടയായി തീരും. നമ്മൾ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തെ നമ്മൾ മാനിക്കണം, ദൈവത്തെ നമ്മൾ ആരാധിക്കണം, ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായി തീരും. ഇത്രത്തോളം എനിക്ക് ഈ അരോമ TV കടന്നു വരുവാനും ഇത്രത്തോളം സാക്ഷ്യം പറയാനും ഒക്കെ ദൈവന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഈ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം എനിക്ക് അതിന് മുഖാന്തരമാക്കി ഒരുക്കി തന്ന പാസ്റ്ററുള്ള പ്രിയ ഡാനിയൽ പാസ്റ്ററുള്ള ബന്ധത്തിൽ ദൈവനാമത്തിൽ ഞാൻ എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ഒരു വാക്ക്, ചെറിയൊരു വാക്കിൽ ഞാൻ എന്നെ പ്രാർത്ഥിച്ച് എനിക്ക് തന്ന ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഒരു പ്രാവശ്യം കൂടി കർത്താവെ ഈ TV അരോമൽ ചാനൽ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം കടന്നു വന്ന് കർത്താവെ അടിയന് സാക്ഷ്യം പറയുവാന് കർത്താവെ നീ അവിടുന്ന് ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഇന്നത്തെ എൻ്റെ സാക്ഷ്യം കർത്താവെ അത് അനേകർക്ക് ഒരു വിടുതലിന്, ഉദ്ധാരണത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ ചാനല് അനേകർക്ക് ഒരു അനുഗ്രഹമാവട്ടെ. ഇരുളടഞ്ഞു കിടക്കുന്ന, കൈപ്പേറി കിടക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പ്രിയ ഷീന സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രയോ സങ്കീർണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ, ഇരുളിൻ്റെ അനുഭവങ്ങൾ, കൂരിൽ താഴയുടെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവിൻ്റെ കരം അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്നും ഒരുപാട് കഷ്ടതയുടെ നടുവിൽ കർത്താവിന് വേണ്ടി ആമേനെ വിശ്വസ്തയോടുകൂടി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദാസിയും കുടുംബത്തെ ദൈവം ജയോത്സവമായി പിന്നെ വഴി നടത്തട്ടെ. ഒരുപാട് തീച്ചുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനായി ഇന്നും കൂടെയിരിക്കുന്നല്ലോ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുടർമാനമായി ആമേൻ ആഞ്ഞടിക്കുമ്പോഴും ആമേൻ നമ്മെ വിളിച്ച ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ ആമേൻ നമ്മെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ആമേൻ ഇടയായിത്തീരും. നിശ്ചയമായിട്ടും ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസവും അനുഗ്രഹവും വലിയ പ്രതീക്ഷയ്ക്കും കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ TVയുടെ ഓരോ മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ കേൾക്കാവുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ശിഷ്യാൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com